ഹലോ, നമസ്കാരം. ഒമാനിൽ ഡ്രൈവർ ജോലിക്ക് 150 റിയാലാണെന്ന് വിചാരിച്ചോ? എന്നാൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ മസ്കറ്റിൽ നിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒമാനിൽ 2026 ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന 5 ജോലികളെക്കുറിച്ച്. ടെക്നീഷ്യന് 500 റിയാൽ വരെ കിട്ടുന്നുണ്ടോ? ഈ വീഡിയോ അവസാനം വരെ കാണുക. റിയൽ സാലറി, റൂം, ഫുഡ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമസ്കാരം. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഒമാനിൽ ഏത് ജോലിക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നതെന്ന്. നോക്കൂ, ഗൂഗിളിൽ കാണുന്ന 2000 ഒമാനി റിയാൽ എന്നൊക്കെ പറയുന്നത് ഒമാനി പൗരന്മാർക്കുള്ളതാണ്. നമ്മൾ എക്സ്പാറ്റിന് കിട്ടുന്ന റിയൽ സാലറി വേറെയാണ്. ഞാൻ പേയ്ലാബ്, ഗൾഫ് ജോബ് പോർട്ടലുകളിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ഏറ്റെടുത്ത റിയൽ ഡേറ്റയാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ടാക്സ് ഫ്രീ ആണ്. ഒന്നാമത്, ടെക്നീഷ്യൻ. ഒമാനിൽ ഇപ്പോൾ ഏറ്റവും പൈസ ഉള്ളത് ഇതിന് തന്നെയാണ്. സാധാരണ ടെക്നീഷ്യന് പേയ്ലാബ് പ്രകാരം 835 മുതൽ 2031 ഒമാൻ റിയാൽ വരെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ പിള്ളേർ കിട്ടുന്നത് 250 മുതൽ 450 റിയാൽ വരെയാണ്. HVAC, ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സോഹാർ, ദുഃഖം ഏരിയകളിലൊക്കെ 600 റിയാൽ വരെയൊക്കെ കിട്ടും. OT വേറെ. ഇതിനൊരിക്കലും ആള് തികയില്ല. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരയുന്നതും ഇത് തന്നെയാണ്, ടെക്നീഷ്യന്മാരെയാണ്. രണ്ടാമത്, ഹെവി ഡ്രൈവർ. ലൈറ്റ് ഡ്രൈവറിന് 150 റിയാൽ മുതൽ 250 റിയാൽ വരെയാണ്. പക്ഷേ ഹെവി ട്രെയിലർ, ടാങ്കർ ഡ്രൈവർ ആണെങ്കിൽ 350 മുതൽ 550 റിയാൽ വരെ കിട്ടും. ഒമാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ ശമ്പളം 30% കൂടും. എൻ്റെ ഒരു സുഹൃത്ത് സലാലയിൽ ട്രെയിലർ ഓടിച്ച് ഏകദേശം 500 റിയാൽ വരെ വാങ്ങുന്നുണ്ട്. റൂമും ഫുഡും ഫ്രീ ആണ്. തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഏത് ജോലിക്ക് കയറിയാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ ഞാൻ പറയുകയാണ്. കാരണം എനിക്ക് പറ്റിപ്പോയത്, ഞാൻ തുടക്കകാലത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അതുമൂലം എനിക്ക് പല സാഹചര്യങ്ങളും പല സിറ്റുവേഷനുകളും പല ഇൻ്റർവ്യൂവും ഫേസ് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് ഡിസ്ക്വാളിഫൈ ആയി പോകാനായിട്ട് പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ജോലി കിട്ടിയ ഉടനെ ആദ്യത്തെ നിങ്ങളുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കണം. അത് നിങ്ങളുടെ ഫ്യൂച്ചറിനും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിനും എല്ലാം നല്ല മാറ്റം കൊണ്ടുവരും, ഉറപ്പാണ്, തീർച്ചയായിട്ടും. മൂന്നാമത്, കാർ സെയിൽസ്മാൻ. ലുലുവിലെ സെയിൽസ്മാൻ ഏകദേശം 180 റിയാലാണ് എൻട്രി. പക്ഷേ കാർ ഷോറൂമിലെ സെയിൽസ്മാൻ ആണെങ്കിൽ കഥ മാറും. ബേസിക്ക് 300 റിയാൽ ഓരോ കാർ വിറ്റാൽ കിട്ടും. 50 മുതൽ 100 റിയാൽ വരെ കമ്മീഷൻ. നല്ല മാസമാണെങ്കിൽ 800 റിയാൽ വരെ പോയവരുണ്ട്. സംസാരിക്കാൻ മിടുക്കനാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. നാലാമത്, പ്ലംബർ. ഇത് ആരും നോക്കാത്തൊരു ജോലിയാണ്. അതാണ് ഈ ജോലിയുടെ ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത്. ആരും അപ്ലൈ ചെയ്യാൻ പോകാത്തൊരു ജോലിയാണ് ഈ പ്ലംബർ എന്ന് പറയുന്നത്. പക്ഷേ സാലറി ഉണ്ട്. 730 മുതൽ 1778 ഒമാനി റിയാൽ വരെയാണ് ഒഫീഷ്യലി. റിയലായിട്ട് 180 റിയാൽ മുതൽ 320 റിയാൽ പ്ലസ് OT. MEP കമ്പനി ആണെങ്കിൽ 400 റിയാൽ വരെ കിട്ടും. ഫെസിലിറ്റി മാനേജ്മെന്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പ്ലംബറിന് ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്ലംബിംഗ് ജോലി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് സൈഡുള്ള കമ്പനികളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നോക്കുക. കാരണം അവർക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു മേഖലയാണ് ഈ പ്ലംബർ എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടി ഇലക്ട്രിക്കൽ വർക്ക് കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. അഞ്ചാമത് ഞാൻ പറയാൻ പോകുന്നത് ക്രെയിന്, ഫോർക്ക് ലിഫ്റ്റ്, എക്സ്കവേറ്റർ ഓപ്പറേറ്ററാണ്. ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററിന് സോഹാർ ഫ്രീ സോണിൽ ഏകദേശം 230 മുതൽ 300 റിയാൽ വരെയാണ്. ക്രെയിൻ ഓപ്പറേറ്റർ ആണെങ്കിൽ 600 റിയാൽ മുതൽ 700 റിയാൽ വരെ കിട്ടും. PDA പ്രോജക്റ്റുകളിലാണെങ്കിൽ ശമ്പളം നിങ്ങൾ ഞെട്ടിയും, അതായത് 800 റിയാൽ പ്ലസ് പോകും. ഇപ്പോൾ ഒരു കാര്യം ഓർക്കുക, 200 റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നാട്ടിൽ 45,000 രൂപയോളം വരും. റൂം, ഫുഡ് ഫ്രീ ആയതുകൊണ്ട് അതിൽ 80% നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. 3 കാര്യം ചെയ്താൽ ശമ്പളം കൂടും. ഒന്ന്, ഒമാൻ ലൈസൻസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യമാണ് ഒമാൻ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്. കാരണം ലൈസൻസ് എടുക്കാത്തവരും ഇനിയും പുതിയതായിട്ട് ജോലി അന്വേഷിച്ചവരും എല്ലാം നിങ്ങളുടെ ജോലി കിട്ടിയ ഉടനെ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഡ്രൈവിംഗ് ലൈസൻസ്. 2, ITI സർട്ടിഫിക്കറ്റോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ബിടെക് ആണെങ്കിൽ അതിൻ്റെ അറ്റസ്റ്റേഷൻ തീർച്ചയായിട്ടും അറ്റസ്റ്റ് ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. 3, ഏജന്റിന് പൈസ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്ത് വഞ്ചിതരാകാതിരിക്കുക. അതാണ് നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നോക്കറി ഗൾഫ്, ലിങ്ക്ഡിന് വഴി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഒമാനിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും OLX, ഓപ്പൺ സൂക്ക് പോലുള്ള ആപ്പുകളുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഫ്രോഡിന് ഇരയാകാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ഏത് ജോലിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത്? ഡ്രൈവർ, ടെക്നീഷ്യൻ, സെയിൽസ്മാൻ? കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.